എല്ലാ ഇന്റർവ്യൂവിലും ഈ ചോദ്യത്തിന് ഞാൻ തന്നെയാണ് ഉത്തരം പറയാറ്. അതെന്താന്ന് വെച്ചാൽ ഞാനായി കണ്ടുപിടിച്ചൊരു ഉത്തരമാണ്. അപ്പം അത് ഞങ്ങളുടെ ഡയറക്ടർ ADJക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി ആര് ചോദിച്ചാലും ഇത് പറഞ്ഞോളൂ. സംഭവം എന്താന്ന് വെച്ചാൽ തേനീച്ചയ്ക്ക് 2 മുഖങ്ങളുണ്ട്. അതായത് തേനീച്ച സ്വീറ്റുമാണ്, കാരണം ഹണി കിട്ടുമല്ലോ, അപ്പൊ സ്വീറ്റുമാണ്. അത് വേറെ വർത്താനായി. അതേപോലെ തന്നെ തേനീച്ച കുത്തിയാൽ നമുക്ക് വേദനിക്കും. അപ്പൊ അവിടെ സ്വീറ്റ്നെസ്സും ഉണ്ട്, പെയിനും ഉണ്ട്. അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും 2 വശങ്ങളുണ്ട്. ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു എക്സ്ട്രീം സൈഡും ഉണ്ട്. അതാണ് സിംബോളിക്കലി ADJ ഈ ഹണി ബി വെച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പടത്തില് മേജർ പരിപാടി ഉണ്ട്. അത് പടം കാണുമ്പോൾ ലാസ്റ്റ് പറ്റും സംഭവർക്ക് അത് പടം കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ ആ സുഖം പോയിപ്പോ. സുഖം ഞാൻ എവിടെ പോയാലും ഇപ്പൊ ഇതാ പറയണേ. February 14th ഞങ്ങളെ സിനിമ റിലീസ് ആകുന്നുണ്ടാകും റൊമാൻസ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ആക്കണോ. February 14th കാണാൻ കഴിയുന്നില്ലെങ്കിൽ February 15th കണ്ടാലും ആവും. താങ്ക് യു. അടുത്തതായി ക്വസ്റ്റ്യൻ ചോദിക്കാൻ അഖിത ഫ്രണ്ടിലോട്ട് വരും. സംഗീത ഏട്ടനെ ഞാൻ സംഗീത ഏട്ടാന്ന് തന്നെ വിളിച്ചോട്ടെ. സംഗീതേട്ടാ, അപ്പോ ആസ് എ എഡിറ്ററും ആക്ടറും ആണ്. അപ്പൊ ഏത് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത് ഏത് പ്രൊഫഷനിലാണ്? നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ ഇഷ്ടം? എഡിറ്റിംഗ് ആണോ ആക്ടിംഗ് ആണോ? രണ്ടിലും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തൊരു പടം പറയും. സ്റ്റേറ്റ് അവാർഡൊക്കെ ഉണ്ട്. പിന്നെ ചോദിച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് നിങ്ങളെ പോലുള്ളവരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ്. എഡിറ്റ് ചെയ്തിട്ടൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ലെന്ന്. കഴിഞ്ഞ പോലത്തെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. എന്നിട്ടും എഡിറ്റ് ചെയ്ത പടം എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പടം എനിക്ക് പേഴ്സണലി രണ്ടിനോടും സെയിം ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പം എഡിറ്റിംഗ് ആണ്, അഭിനയം ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച്. താങ്ക് യു. അപ്പൊ എനിക്ക് 3 പേരോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ആക്ടിങ് അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് പ്രൊഫഷനായിരിക്കും ചൂസ് ചെയ്യാൻ വൈ? ആക്ടിങ് അല്ലാണെങ്കിൽ സിനിമ തന്നെ നടക്കുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറാനുള്ള പ്ലാനായിരുന്നു പറവയില്. അവിടെ നിന്നാണ് പറവയിലൊരു ചാൻസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോ AD അല്ലെങ്കിൽ DOP സിനിമാറ്റോഗ്രഫി സൈഡൊക്കെ ഇഷ്ടമായിരുന്നു. സിനിമ തന്നെ പറ്റുള്ളൂ. വേറെ പണിക്ക് പോലെ പഠിത്തമൊന്നുമില്ല. നടക്കൂല. എഡിറ്റിംഗ് തന്നെ ഉണ്ടല്ലോ. 10 എങ്ങനെയോ പാസ്സായി. +2 കഷ്ടപ്പെട്ട് പാസ്സായി. സയന്റിസ്റ്റ് ഞാനൊരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. അത് പ്ലാനിങ് ചോട്ടാവുമ്പോൾ സയന്റിസ്റ്റാണ്. ഞാൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയത്. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിൽ വന്നത്. അപ്പം സിനിമ വേണോ ഇത് വേണോ എന്നുള്ള ചോയ്സിൽ അവസാനം സിനിമ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ. താങ്ക് യു. നിങ്ങളെല്ലാവരും 3 പേരും നല്ലൊരു ഫാനാണ്. എനിക്ക് ഓട്ടോഗ്രാഫ് വരുമോ? പിന്നെ